കിടന്നുറങ്ങുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പല ശക്തികളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നൈറ്റിൽ ഇവർക്കൊരു വേരിയൻ്റ് ഉണ്ട്. ഇവരുടെ ബോഡിയെ പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വേരിയൻ്റ് അവർക്കറിയാൻ പറ്റും. ഒരു ലെയർ അവരുടെ ബോഡിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത്. ഇതാണ് ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. വിനോദസഞ്ചാരത്തിന് വേണ്ടി കാർ എടുത്തു ഡ്രൈവ് ചെയ്ത് ഫാമിലിയായിട്ട് പോയി ഹിൽ ടോപ്പിന് മേളിൽ പോയി നിന്ന് കാറ് താഴേക്ക് മറിഞ്ഞു. ഈ കാറ് താഴേക്ക് വീഴുന്ന 3 പ്രാവശ്യം മറിഞ്ഞ് താഴെ വന്നത് കാറിൽ നിന്ന് ഇറങ്ങി ആദ്യം അയാൾ വിളിക്കുന്ന എന്നെ, അദ്ദേഹം വിളിക്കുന്ന എന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. പ്രതിവേട്ട, ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ കാറിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ജീവിതം തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ മഹാദേവന്റെ 2 കൈയിലാണ് ഞാൻ കിടക്കുന്നത് പോലെ ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇല്യൂഷൻ അല്ലേ ചേട്ടാ? ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മകളും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് 3 പേർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഭയങ്കര സേഫാണ്. ഓം നമഃ ശിവായ. നമുക്കൊപ്പം ഉള്ളത് സ്പിരിച്വൽ ഇൻഫ്ലുവൻസറും റിസർച്ചറും അതിനുപരിയായി എഴുത്തുകാരനുമായിട്ടുള്ള പ്രദീപ് ശിവോഹമാണ്. നമസ്കാരം പ്രദീപ്. നമസ്തേ അർജുൻ. നമ്മൾ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. പ്രദീപേട്ടൻ്റെ പേരിനൊപ്പമുള്ള ശിവോഹം, ആ ശിവോഹം എന്ന് പറയുന്ന അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ശിവോഹം? ഈ ശിവോഹം എന്ന് പറയുന്ന ആ ഒരു ഭജൻ സാധന രീതി എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അർജുൻ, ഈ ശിവോഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും വലിയ എനർജിയാണ് ശിവോഹം. മഹാദേവനെ സ്മരിക്കാത്ത ഒരാളും തന്നെ ഇല്ല. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് അമ്മയെന്നോ അച്ഛനെന്നോ അല്ലെങ്കിൽ മഹാദേവനെയാണ്. മഹാദേവനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ 100% ഇവിടുത്തെ എല്ലാ ഗുരുവര്യന്മാർക്കും ഓരോ സാധനങ്ങളുണ്ട്. കാശ്മീര തന്ത്രത്തിലെ വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രസിദ്ധമായ 112 മഹാദേവന്റെ ശിവ ടെക്നിക്കുകളുണ്ട്. അത് അത്യാവശ്യം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതിലുപരി ശിവോഹം എന്ന് പറയുന്നത് മഹാദേവന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്, മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ നമ്മൾ നോർമലി കിടന്നുറങ്ങുന്ന സമയത്ത് ആൽഫ ബീറ്റ ഗാമ എന്ന ഏരിയയിൽ പോകുന്ന പോലെ നമ്മുടെ മൈൻഡിനെ ഒരു വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോവുകയും ബോഡിയിലേക്ക് എനർജിയെ കൺസീവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മഹാദേവന്റെ ഏറ്റവും വലിയൊരു ഉപാസന രീതിയാണ്. അത് നിയോഗമുള്ളവർക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മഹാദേവന്റെ ഒരു എനർജി നമ്മളോടൊപ്പം ഉണ്ടാവും. നമുക്ക് റിജക്ഷൻസ് കുറയും, അക്സെപ്റ്റൻസ് കൂടും. അപ്പോൾ നമ്മൾ എവിടെ പോകുന്ന സമയത്തും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അതിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ടാവും. സ്വാഭാവികമായും പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസേഴ്സ് പല ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ നമുക്ക് റിജക്ഷൻസ് കുറയുകയും പോസിറ്റീവ് ചൈതന്യം നമ്മളെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ശിവോഹം എല്ലാവർക്കും എത്താൻ പറ്റുക ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ശിവോഹം, ഈ ഒരു സാധന രീതി നമ്മളത് എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി കഴിയുക? എങ്ങനെയാണ് പഠിപ്പിക്കുന്നുണ്ടോ പ്രതിവട്ടം? ഇപ്പോൾ ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേര് ഏകദേശം 63 രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശിവോഹം പഠിക്കുന്നത് വളരെ ഈസിയാണ്. ആദ്യത്തെ ഒരു 7 ദിവസം അവർക്കൊരു മെട്രിക്സ് പറഞ്ഞു കൊടുക്കും. 1:1 എന്നുള്ള രീതിയിൽ മഹാദേവന്റെ ഒരു 1-2 അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെട്രിക്സ് കൊടുക്കും. ആ മെട്രിക്സ് അത് ശരിക്കും ഒരു ശ്ലോകങ്ങളാണോ? ശ്ലോകങ്ങളൊന്നുമല്ല. മഹാദേവ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഓം നമഃ ശിവായ എഴുതുകയാണെങ്കിൽ നമ്മൾ ഓം നമഃ ശിവായ എന്ന് ജപിക്കുമ്പം തന്നെ ശിവന്റെ ഭൂതഗണങ്ങൾ ഓടി വരും. അത് മനസ്സിലാക്കാനുള്ളൊരു വിവേകം നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വെറുതെ ഓം നമഃ ശിവായ പറയുമ്പോഴും അതിനൊരു പവറുണ്ട്. പക്ഷെ സ്ഥിരമായി ജപിക്കുന്ന ഒരാൾക്ക് ഒരു ചൈതന്യം ഉണ്ടാവും, ഒരു ഓറ ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊരു മെട്രിക്സ് കൊടുക്കും. മെട്രിക്സ് കൊടുക്കുന്നത് ശരിക്കും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഓരോ ആൾക്കാർ സംസാരിക്കുമ്പോഴും അവരുടെ എനർജിയെ മനസ്സിലാക്കിയിട്ട് രാവിലെയും വൈകുന്നേരവും 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാൻ മെട്രിക്സ് കൊടുക്കും. ഇതവർ ഫോളോ ചെയ്യും. ഫോളോ ചെയ്തതിന് ശേഷം 8ാമത്തെ ദിവസം എന്നെ വിളിക്കാൻ പറയും. അപ്പം 7 ദിവസം അത് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ശിവോധനയ്ക്ക് എത്താൻ പറ്റുള്ളൂ. അത് ഭഗവാനും അദ്ദേഹവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. ഞാനോട് എതിർ ബന്ധമല്ല, ഞാൻ ചെറിയൊരു മീഡിയം മാത്രം. ഞാനൊരു സാധാരണപ്പെട്ട ഒരു വ്യക്തി ഇത് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ഗുരുവര്യന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തൊരു വിദ്യ സാധാരണപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം 8ാമത്തെ ദിവസം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ശിവോഹത്തിൻ്റെ മെഡിറ്റേഷൻ രീതി, അതായത് ശിവോഹത്തിൻ്റെ 2 വേരിയൻസ് ഉണ്ട്. ഡേ ടൈമിലും നൈറ്റ് ടൈമിലും പ്രാക്ടീസ് ചെയ്യുന്ന ശിവോഹം ടെക്നിക്കാണ്. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സ് 5:11, 5:21, 5:108 ഓരോ ആൾക്കാരുടെ എനർജി വെച്ചിട്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ കൊടുക്കും. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായും അവർ ആ പ്രൊട്ടക്ഷനിലായിരിക്കും. അവർക്കത് മനസ്സിലാവും. പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ പേർക്കും അത് മനസ്സിലാവും. പിന്നെ ഒരാൾക്കത് പൂർണ്ണമായും എഫക്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്കത് ആദ്യമേ എനിക്ക് മനസ്സിലാവും, ഞാനത് കണ്ടിന്യൂ ചെയ്യിപ്പിക്കില്ല. ഇത് കഴിഞ്ഞാൽ 21 ഡേയ്സ് കഴിയുമ്പോൾ നൈറ്റിലെ പ്രൊട്ടക്ഷൻ കൊടുക്കും. കിടന്നുറങ്ങുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പല ശക്തികളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്.
അപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബാധാദോഷങ്ങളെന്നും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്നും പല സോൾസിൻ്റെ പ്രസൻസ് എന്നും എല്ലാം പറയാറുണ്ട്. അപ്പോൾ ഈ സോൾസിൻ്റെ പ്രസൻസ് ഒന്നും കഴിവതും നമ്മളിലേക്ക് വരില്ല, പേടിപ്പെടുത്തലുകൾ വരില്ല. സാധാരണ ഒരു കുട്ടിക്ക് ഒരു പനി വരുന്ന സമയത്ത് അമ്മമാരടുത്ത് പോയി ഓം നമഃ ശിവായ വരാറുണ്ട് അല്ലേ, അത് മഹാദേവന്റെ പ്രൊട്ടക്ഷനാണ്. അതുപോലെ ഇവിടെ നൈറ്റിൽ ഇവർക്കൊരു വേരിയന്റ് കൊടുക്കും, ഒരു ബോഡിയെ പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് അവർക്കറിയാൻ പറ്റും. ഒരു ലെയർ അവരുടെ ബോഡിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ദീക്ഷ കൊടുത്ത് ക്ലോസ് ചെയ്യും. ഇതാണ് ശിവോഹം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവർ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ അതിന്റെ കൗണ്ടിന് ഞാൻ റിവൈസ് ചെയ്ത് കൊടുക്കും. ആദ്യം കൊടുക്കുന്ന കൗണ്ട് ആയിരിക്കില്ല, പിന്നെ അവർക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. എത്രയോ പേരുണ്ട്, എത്രയോ പേര് പ്രാക്ടീസ് ചെയ്തിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള അനുഭവങ്ങളാണ്. അതിൽ ഏറ്റവും റീസെന്റ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ എന്ന് പറയുന്ന ഒരു മലയാളി ഫാമിലി ദുബായ് സെറ്റിൽഡാണ്. ഞാനത് പല മീഡിയാസിലും പറഞ്ഞിട്ടുള്ള കേസാണ്. ഇവര് എന്നെ വിളിക്കുന്നത് അവരുടെ കുട്ടിയുടെ ഒരു എക്സാം പാസ്സാവണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എക്സാം പാസ്സാവണമെങ്കിൽ കുട്ടി പഠിക്കണം, അല്ല എന്നെയല്ല വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷന്മാരെ വിളിക്കുന്നത്, അല്ല ഏട്ടാ എനിക്ക് മഹാദേവന്റെ ടെക്നിക്ക് പഠിക്കണമെന്ന്. അത് പഠിപ്പിച്ചു തരാം. പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തു. ആ കുട്ടി ജയിച്ചു. മേ ബി അത് കുട്ടി പഠിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് ചൈതന്യം ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. അതിനുശേഷം ഇവര് ജോർജിയ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് ട്രാവൽ പോയി. ജോർജിയയിൽ പോയി ഇറങ്ങുന്ന സമയത്തും പോകുന്നതിന് മുമ്പൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന്റെ 1-2 ഏരിയാസിനകത്ത് ഞാനൊരു ചെറിയൊരു പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അവിടെ പോയി ഇവരവിടുന്ന് വിനോദസഞ്ചാരത്തിന് വേണ്ടി കാർ എടുത്തു, ഡ്രൈവ് ചെയ്ത് ഫാമിലി ആയിട്ട് പോയി. ഹിൽ ടോപ്പിന് മേളിൽ പോയി, മുകളിൽ നിന്ന് കാർ താഴേക്ക് പറഞ്ഞു. എൻ്റെ ഇമേജ് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഈ എൻഡ് ഓഫ് ദ വീഡിയോയിൽ ഞാൻ തരാം, വേണമെങ്കിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ കാറ് താഴേക്ക് വീഴുന്നു, 3 പ്രാവശ്യം മറിഞ്ഞ് താഴെ വന്ന് വീഴുന്നു. കാറിൽ നിന്ന് ഇറങ്ങി ആദ്യം അയാൾ വിളിക്കുന്നത് എന്നെയാണ്, അദ്ദേഹം വിളിക്കുന്നത് എന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. പ്രതിഭേട്ട, ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ കാറിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ജീവിതം തീർന്നു എന്ന് വിചാരിച്ചു, പക്ഷേ മഹാദേവന്റെ 2 കൈയിലാണ് ഞാൻ കിടക്കുന്നത് പോലെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇല്യൂഷൻ അല്ലേ. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെ വിമർശിച്ചല്ല, അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുമെന്ന് അറിയാൻ ചോദിച്ചു. ഇല്യൂഷൻ അല്ലേ, തോന്നൽ മാത്രമല്ലേ എന്ന് ചോദിച്ചു. ചേട്ടാ, ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മകളും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് 3 പേർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഭയങ്കര സേഫാണ്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചേട്ടനെ മറക്കില്ല. അതുപോലെ തന്നെ ശിവോഹം ഞാൻ എല്ലാ ദിവസവും ചെയ്യും. അത് ഒരു ഇൻസിഡന്റ് മാത്രം, ഇതുപോലെ നിരവധി ഇൻസിഡന്റുകളുണ്ട്. അതിനുശേഷം ഈ കാറ് മറിഞ്ഞ് വീഴുന്ന ഭാഗത്ത് തൊട്ടടുത്ത ഒരു ഫാമിലിയുടെ ദൈവത്തട്ടി ലീഗൽ കേസും കാര്യങ്ങളൊക്കെ ആയി ജോർജിയയിൽ നിന്ന് അവർ സേഫായിട്ട് ദുബായിലെത്തി. ഇതുപോലത്തെ നിരവധി കേസുകൾ. ഇതിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. നോ ബ്രോക്കൺ ബോൺ തിയറി എന്ന് പറയും. അതായത് പ്രകൃതി സംരക്ഷണം എന്ന് പറയും. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അറിയാതെ വണ്ടി തട്ടിയിട്ട് ചിലപ്പോൾ നമുക്കൊന്നും പറ്റാതിരിക്കുക, അത് ഒരു ഭാഗ്യമാണ്. പ്രകൃതി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പം ശിവോഹം പ്രൊട്ടക്ഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബെനിഫിറ്റഡ് ആണ്. പല ആൾക്കാർക്കും നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ശിവോഹത്തിൽ വരുമ്പോൾ വേറൊന്നുമല്ല, വെറുതെ നമ്മൾ രാവിലെ ഇരുന്ന് ഓം നമഃ ശിവായ ജപിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ചൈതന്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിജക്ഷൻസ് കുറയും. അത് തന്നെയാണ് സംഭവം. എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഇത് തന്നെയാണ്, റിജക്ഷൻസ്. ഇപ്പൊ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുന്നില്ല എന്നുള്ളത്. അതിനൊരു ശാശ്വത പരിഹാരം നിലയായിരിക്കും ഈ ശിവോഹം. ഈ ശിവോഹം പ്രാക്ടീസ് ഞാൻ എല്ലാവരുടെയും പറയുന്ന പ്രൊട്ടക്ഷൻ ടൂൾ എന്നാണ് പറയുന്നത്. പക്ഷെ പ്രൊട്ടക്ഷനേക്കാളും അപ്പുറം പല ആൾക്കാർക്കും പലതും നടന്ന് തന്നെ വിളിച്ച് പറയാറുണ്ട്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിനകത്ത് ഞാനൊരു നിയോഗമായല്ലോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത നല്ല കർമ്മങ്ങൾ കൊണ്ടായിരിക്കാം ഞാൻ ഈ ഒരു മീഡിയത്തിലേക്ക് വന്നത്. ഒരിക്കലും പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാനൊരു മാധ്യമ മേഖലയിൽ നിന്ന് ഇതിലേക്ക് ഞാനൊരു ദീക്ഷ എടുക്കുന്നത്. ഒരു സമയത്ത് അച്ഛൻ നമ്മളെയൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹം എല്ലാവർക്കും വരും. അതുപോലൊരു ഓടിയൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ പല ഗുരുക്കന്മാരുമായിട്ട് പല രാജ്യങ്ങളിലും ഞാൻ ഈ ഇന്റർനാഷണൽ സബ്മിറ്റുകളും കോൺക്ലേവുകളും ചെയ്യുമ്പോൾ ഗുരുക്കന്മാരിൽ ഇരിക്കുന്ന ദീക്ഷകൾ മേടിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. എല്ലാവരും ഫുള്ള് പറഞ്ഞു കൊടുക്കണമെന്നില്ല. അതെങ്ങനെയോ ഭാഗ്യം കൊണ്ട് എനിക്കത് കിട്ടി, ഞാനത് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രൊട്ടക്ഷനേക്കാളും അപ്പുറം നമുക്ക് ലൈഫ് ഒരു ചേഞ്ചിങ് ടൂൾ ആയിരിക്കും മഹാദേവന്റെ ഈ പറയുന്ന മഹാഗുരു പ്രൊട്ടക്ഷൻ എന്ന് എനിക്ക് എടുത്ത് പറയാൻ കഴിയും. ഈ ശിവോഹം ഈ സാധന അതിനൊരു പ്രായപരിധി ഉണ്ടോ? ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സെന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രൈറ്റീരിയകളുണ്ടോ? ഇത് ഒന്നുമില്ല, ഒരു ക്രൈറ്റീരിയ അല്ല. ഏത് പ്രായം ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിൽ 80 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള അമ്മൂമ്മമാർ വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ മെട്രിക്സ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് ആർക്ക് വേണോ ചെയ്യാം, ഒരു കുഴപ്പമില്ല.
കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാം. അതെ, ഏറ്റവും വലിയ സങ്കടം എന്താണ്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്ന എൻ്റെ കുട്ടി സുരക്ഷിതമായിരിക്കണേ എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ കൊച്ചു കുട്ടിയാണ്, പറഞ്ഞാൽ കേൾക്കില്ല, വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇമേജിനെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ക്രൈറ്റീരിയ, വേറെ ഒന്നുമില്ല. ഇത് ഏത് മതത്തിൽപ്പെട്ടവർക്കും അങ്ങനെ മതമൊന്നുമില്ല. മതം നമ്മളൊരു ഈശ്വരനിലേക്ക് പോകുന്ന ഒരു പാത മാത്രമല്ലേ അർജുൻ. അപ്പോൾ ഏത് മതമാണെങ്കിലും മരണത്തിന് ശേഷം എല്ലാവരും പോകുന്ന ഒരേ എനർജി സോഴ്സിലാണ്. നമ്മളെല്ലാം എനർജി വേൾഡിന്റെ ഭാഗമാണ്. മരണത്തിന് ശേഷം 7 ഡയമെൻഷൻ കഴിഞ്ഞ് മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു മതമില്ല. അവിടെ എല്ലാം ഓരോ പേരിൽ അറിയപ്പെടുന്ന മതങ്ങൾ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴികൾ മാത്രമാണ്. എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന ദുബായിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, ബഷീർ എന്ന ഫാമിലിയുടെ പേര്. അദ്ദേഹം സ്ഥിരമായിട്ട് ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം. അദ്ദേഹം ആദ്യം ഏതൊരു പെൻഡുലം എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഇവിടെ പഠിക്കാൻ പോയി. ബോഡിയിൽ ഒരു ബാധ കയറി എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും താന്ത്രിക ആചാര്യന്മാരെയോ ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ശിവോഹം പഠിക്കണം ചേട്ടാന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹം കണ്ടിന്യൂസ് എന്നെ വിളിയായി. അപ്പം നമുക്ക് എന്നും ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ അർജുൻ. അതിനുശേഷം ഇദ്ദേഹം ശിവോഹത്തിൽ വന്നതിന് ശേഷം ഇയാളുടെ അദ്ദേഹത്തിന്റെ ചേഞ്ചസ് ഇദ്ദേഹം എന്നും വിളിച്ചു പറയുന്നു, വോയിസ് ഇടുന്നു, സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മതം ഒന്നുമല്ല. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ പറയുന്ന എനർജി കറക്റ്റ് ആണെങ്കിൽ എനർജിയെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെയധികം നന്ദി. എന്തായാലും ഈ ഒരു ശിവോഹം എന്ന് പറയുന്ന ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ, സംശയങ്ങൾ ഇനിയുമുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് സംബന്ധിച്ച് ചോദിക്കാം. ഒരു കാര്യം കൂടി പ്രതിവിട്ട, ഈ ശിവോഹം എന്ന് പറയുന്ന സാധനാ രീതി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് ഫോളോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രതിവട്ടം ബന്ധപ്പെടാം? തീർച്ചയായിട്ടും എന്നെ വിളിക്കാം. പക്ഷേ വിളിക്കുമ്പോൾ എടുത്തില്ല എന്ന് പറയുന്നത് കുറ്റം പറയരുത്. കാരണം ഒരുപാട് കോൾ വരുമ്പോൾ ഞാനൊരു 10 കോളോ 20 കോളോ തിരിച്ചു വിളിക്കാൻ കഴിയുള്ളൂ. വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ഞാൻ കാണുന്ന സമയത്ത് ഇന്നല്ലെങ്കിൽ നാളെ 100% ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും. അപ്പോൾ ഒരു നിയോഗമുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും പഠിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമാണ്. ഇത് എന്നും ഞാൻ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുകയുമില്ല. കാരണം എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എൻ്റെ ടൈം ഭയങ്കരമായി ഞാൻ ഇതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനത് പൂർണ്ണമായിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്ന സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡീസൻറ്റ് ക്ലയൻറ്റ് പഠിക്കുന്നുണ്ട്. അവരൊരു പരിധി കഴിയുമ്പോൾ ഞാനിത് ആർക്കാണോ അർഹതയുള്ള ഒരാൾക്ക്, നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എൻ്റെ മനസ്സിനകത്തൊരു പ്ലാനുണ്ട്. കാരണം ഞാൻ വഴിയല്ല, ഒരുപാട് പേര് വഴി എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ 100% വിളിക്കാം. ഞാൻ എടുത്തില്ലെങ്കിൽ കോൾ തിരിച്ചു വിളിക്കും. ഇതിന് ദക്ഷിണയായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? നോർമലി ദക്ഷിണയുണ്ട്, പക്ഷെ ഒരിക്കലും ഒരു കമേഴ്ഷ്യൽ അല്ല. എത്രയോ പേര് കമേഴ്ഷ്യലാക്കിക്കൂടെ, വലിയൊരു എമൗണ്ട് മേടിച്ചൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 3001 രൂപ മാത്രമാണ് മേടിക്കുന്നത്. മേടിച്ചിട്ട് ഒറ്റ ദിവസത്തെ ക്ലാസ് അല്ല, ഇവർക്ക് 41 ദിവസം വരെ ഇവരെ ഞാൻ എൻ്റെ പൈപ്പ് ലൈനിലാക്കും. പഠിപ്പിക്കുന്നവരുടെ കോള് ഞാൻ പറയുന്ന സമയത്ത് വിളിക്കാൻ പറയും, എടുക്കുകയും ചെയ്യും. എന്തായാലും വളരെയധികം നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.